തെലങ്കാന മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ടുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചതിന് അറസ്റ്റിലായ തെലുങ്ക് മാധ്യമ പ്രവർത്തകർക്ക് കോടതി ജാമ്യം അനുവദിച്ചു. പൾസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ സ്ഥാപകയായ രേവതി, മാധ്യമപ്രവർത്തകയായ തൻവി യാദവ് എന്നിവർക്കാണ് ഹൈദരാബാദിലെ നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത്. കെ വി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, പറയൂ. ഏറെ വിവാദമായിരുന്നു ഈ മാധ്യമ പ്രവർത്തകരുടെ അറസ്റ്റ്. അതായത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ വിമർശിച്ചുകൊണ്ട് കർഷകർ നടത്തിയ പ്രതികരണം റിപ്പോർട്ട് ചെയ്തതിനാണ് രണ്ട് മാധ്യമ പ്രവർത്തകരെ, അതായത് പൾസ് ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ സ്ഥാപകയായിട്ടുള്ള രേവതി, അതുപോലെ തന്നെ അതിലെ മാധ്യമ പ്രവർത്തകയായിട്ടുള്ള തൻവി യാദവ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പുലർച്ചെ വീട് വളഞ്ഞാണ് ഇരുവരെയും കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. ഇതിനുശേഷം ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇവർ ജാമ്യം തേടി നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. ഏതായാലും 25,000 രൂപയുടെ ജാമ്യത്തിൽ ഇവരെ വിട്ടയച്ചു. പോലീസ് കസ്റ്റഡിയിൽ ഇവരെ വേണം, കൂടുതൽ തെളിവെടുപ്പും ചോദ്യം ചെയ്യലൊക്കെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് കോടതി തള്ളുകയും ഇവരെ ജാമ്യത്തിൽ വിടുകയാണ് ചെയ്തത്. ഏതായാലും ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിന്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി ഘോരഘോരം സംസാരിക്കുന്ന ഒരു പാർട്ടി നയിക്കുന്ന സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരം നടപടി ഉണ്ടായത്. കേന്ദ്ര സർക്കാരിന്റെ മാധ്യമ വേട്ടയ്ക്കെതിരെയൊക്കെ നിരവധി പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്ന കോൺഗ്രസ് നയിക്കുന്ന ഒരു സർക്കാരിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായ നടപടിക്കെതിരെ വലിയ വിമർശനം ദേശീയ തലത്തിൽ തന്നെ ഉയർന്നിരുന്നു. ഹൈദരാബാദിൽ കേന്ദ്രീകരിച്ച് മാധ്യമ പ്രവർത്തകർ ഇതിനെതിരെ, അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളും BRSഉം BJPയും ഉൾപ്പെടെ ഇതിനെതിരെയൊക്കെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഏതായാലും ഈ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണമൊന്നും ഇതുവരെയും വന്നിരുന്നുമില്ല. നിലവിൽ ഏതായാലും ഇരുവർക്കും ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്.